എന്തായിരിക്കും ഒരു മഹത്തരമായ പുരാവസ്തു കണ്ടെത്തൽ? നഷ്ടപ്പെട്ട ഒരു നാഗരികതയെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരികയാണോ? മുൻപറിയാത്ത ഒരു ഭാഷ കണ്ടെത്തുകയാണോ? പണ്ഡിതന്മാരെ അവരുടെ പാഠപുസ്തകങ്ങൾ മാറ്റി എഴുതുവാൻ പ്രേരിപ്പിക്കുകയാണോ? എബ്ല ഇവയെല്ലാമാണ്. റോമൻ സർവകലാശാലയിലെ പ്രൊഫസർ പൗലോ മത്തിയെ 1964 മുതൽ വടക്കൻ സിറിയയിൽ ഖനനം നടത്തിയിരുന്നു. 1968 അദ്ദേഹത്തിൻ്റെ സംഘം എബ്ലയിലെ രാജാവായ എബ്ലിറ്റ് ലിമിൻ്റെ പേര് വഹിക്കുന്ന എസ്താർ ദേവിക്ക് സമർപ്പിച്ച ഒരു പ്രതിമ കണ്ടെത്തി. എബ്ല എന്ന രാജ്യം മുമ്പ് സുമേറിയൻ, അക്കാഡിയൻ, ഈജിപ്ഷ്യൻ ഗ്രന്ഥങ്ങളിൽ അറിയപ്പെട്ടിരുന്നു. എന്നിരുന്നാലും പുരാവസ്തു കണ്ടെത്തലുകൾ ഇല്ലായിരുന്നു. 1975 ഏകദേശം 15,000 ലിഖിതങ്ങൾ കണ്ടെടുത്തു. ഈ ലിഖിതങ്ങളിൽ ഏകദേശം 2.5 ലക്ഷം ജനങ്ങൾ വസിച്ചിരുന്ന എബ്ല രാജ്യത്തിൻ്റെ വിവരണങ്ങൾ ലഭിച്ചു. പഴയ നിയമത്തിലെ യഹോവയായ ദൈവത്തെക്കുറിച്ചുള്ള പരാമർശം ഇതിലടങ്ങിയിരുന്നു. സോദോം, ഗൊമോറ, ജെറുസലേം തുടങ്ങിയ ബൈബിൾ സ്ഥലനാമങ്ങൾ ബൈബിളിൽ പ്രത്യക്ഷപ്പെടുന്നതിന് വളരെ മുമ്പ് തന്നെ പരാമർശിക്കപ്പെടുന്നു. എബ്രായ ഭാഷയുടെ സാമ്യത പുലർത്തുന്ന ആദം, ഇസ്രായേൽ, ശൗൽ, ദാവീദ് തുടങ്ങിയ പേരുകൾ എബ്ലാൻ പൗരന്മാർക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിലെ സൃഷ്ടിപ്പിന് സമാനമായ വിവരണങ്ങൾ, ഹിത്തിനെക്കുറിച്ചുള്ള പരാമർശങ്ങൾ എന്നിങ്ങനെ പോകുന്നു എബ്ല ലിഖിതങ്ങളിലെ വിവരങ്ങൾ.